അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഒരു പട്ടുവസ്ത്രം എടുത്തു, അത് വലങ്കയിൽ വെച്ചു. ഒരു സ്വർണം എടുത്തു, അത് ഇടങ്കയിൽ വെച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുക്കൂരി ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽ നിന്ന് പുരുഷന്മാരായ ആളുകളുടെ മേൽ ഇത് രണ്ടും നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചു. രണ്ടും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ മോതിരം അത് ധരിക്കുക എന്നുള്ളതും പട്ടുവസ്ത്രം പിന്നെ ധരിക്കുക എന്നുള്ളതും പുരുഷന്മാരുടെ മേലിൽ ഹറാമാണ്. സ്വർണം അത് ധരിക്കലും ഉപയോഗിക്കലും എല്ലാം ഹറാമാണ് പുരുഷന്മാർക്ക്. ഒരിക്കൽ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നു. അയാളുടെ കൈവിരലിൽ ഒരു മോതിരമുണ്ട്, സ്വർണമോതിരം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇവൻ നരകത്തിൽ നിന്നുള്ള ഒരു തീക്കട്ടയെ ധരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം ഊരിയെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വലിച്ചെറിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പോയതിൻ്റെ ശേഷം സദസ്സിലുണ്ടായിരുന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആ മോതിരം എടുത്തോ, അത് കൊണ്ട് വേറെ ഉപയോഗങ്ങൾ അത് നടത്താമല്ലോ, അത് വിൽക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ, ധരിക്കണ്ട എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് എടുത്തില്ല. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വിരലിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞ മോതിരം അത് ഞാൻ എടുക്കുകയോ എന്ന് ചോദിച്ച് അദ്ദേഹം അത് ഇട്ടേച്ചുകൊണ്ട് അവിടെ നിന്ന് മറയുകയാണ്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അപ്പോൾ സ്വർണം എന്നുള്ളതും പട്ട് എന്നുള്ളതും പുരുഷന്മാരുടെ മേലിൽ നിഷിദ്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഗൗരവം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.